അങ്ങനെ മധുവിധു കണ്ടു. ഷെനോയിസിലെ സ്ക്രീൻ 5-ൽ നിന്നാണ് കണ്ടത്. പ്രൊജക്ഷൻ ആൻഡ് സൗണ്ട് വന്നിട്ട് 4K 7.1 ആണ്. മധുവിധു ഡയറക്റ്റഡ് ബൈ വിഷ്ണു അരവിന്ദ്, റിട്ടൺ ബൈ ബിബിൻ മോഹൻ ആൻഡ് ജയ് വിഷ്ണു. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു കൊച്ച് ഫാമിലി എൻ്റർടൈനർ. ഡയറക്ഷൻ കൊള്ളാം, റൈറ്റിംഗ് തരക്കേടില്ല, എന്നാൽ ഇനിയും മെച്ചപ്പെടുത്താമായിരുന്നു. ഇതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീകളില്ലാത്ത ഒരു ആഞ്ഞിലമൂട്ടിൽ തറവാട്ടിലേക്ക് സ്ത്രീകൾ കടന്നു വരുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങൾ, അതൊക്കെ ഒരു നർമ്മത്തിൽ പൊതിഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ സോങ്സ് ആൻഡ് സ്കോർ ഹേഷം അബ്ദുൽ വഹാബ്. പാട്ടുകൾ ചിലത് വളരെ നന്നായിട്ടുണ്ട്. പല സ്ഥലത്തും സിറ്റുവേഷൻ്റെ മൂഡ് അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല വർക്കാണ്. പക്ഷേ ഒരു ഹേഷം മാജിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു കല്യാണത്തിൻ്റെ സമയത്തുള്ളൊരു പാട്ടുണ്ട്, അതിലെ ഡാൻസ് സ്റ്റെപ്പും സോങ്ങും ആയിട്ട് അത്ര സിങ്ക് അല്ലാത്തതുപോലെ തോന്നലാണേ. സിനിമാറ്റോഗ്രാഫി ബൈ ഒടുക്കത്തിൽ വിശ്വജിത്ത് ആൻഡ് എഡിറ്റർ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ്. ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് നൽകിയിട്ടുണ്ട്. ഇനി കമ്മിങ് ടു പെർഫോമൻസ്, 3 പില്ലേഴ്സാണ് ഈ സിനിമയിൽ. 3 പില്ലേഴ്സ്: ഷറഫുദ്ദീൻ, ജഗദീഷ് ആൻഡ് അസീസ് നെടുമങ്ങാട്. ഷറഫുദ്ദീൻ ഇതൊക്കെ എന്താണ്, ഒരു ജസ്റ്റ് എ കേക്ക് വാക്ക്, നർമ്മം വളരെ ഈസി ആയിട്ട് തന്നെ കൺവേ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് മികച്ച പെർഫോമൻസ് ആണ്, കോമഡിയും ഇമോഷൻസും ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അസീസ് നെടുമങ്ങാട് അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട് ഈ സിനിമയിൽ, കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി കല്യാണി പണിക്കരുടെ ഫസ്റ്റ് ഫിലിമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇമോഷൻസ് വലിയ കുഴപ്പമില്ലാതെ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു ഷറഫും കല്യാണിയൊക്കെ തമ്മിൽ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടം ഒന്ന് പോയി കണ്ടു നോക്കുക. അമിതമായ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട, എന്നാലും ഒരു കൊച്ചു നല്ല ഫാമിലി എൻ്റർടൈനറാണ്. അപ്പം ശരി.